കളമശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയുടെ കൊലപാതകത്തിൽ 2 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. കാക്കനാട് സ്വദേശി ഗിരീഷ് കുമാർ, എറണാകുളം സ്വദേശി ഖദീജ എന്നിവരാണ് പിടിയിലായത്. ജെയ്സിയുടെ സ്വർണവും പണവും കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതകത്തിന് ഇരുവരും ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്താണ് ഇൻഫോപാക്കിലെ ജീവനക്കാരനായ ഗിരീഷ് കുമാർ. SS ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, അങ്ങനെ ജെയ്സിയുടെ മരണവുമായി ബന്ധപ്പെട്ട 2 പേർ പിടിയിലായിരിക്കുന്നു. ഇവർ തന്നെയാണ് കൊലപാതകത്തിൽ പങ്കുവഹിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഇരുവരും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൂടിയാണ് കൊലപാതകം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് ജിൽസി. അതായത് കഴിഞ്ഞ 17-ാം തീയതിയാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയായ ജെയ്സി എബ്രഹാമിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടക്കത്തിൽ പോലീസിന് ഇതൊരു സാധാരണ മരണമായിട്ടാണ് പോലീസിനെ കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്നുള്ള ആ രീതിയിലുള്ള വീഴ്ചയിലുള്ള അതൊരു കൊലപാതകമാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരുന്നത്. പിന്നീട് ഈ പ്രതി ആരാണെന്ന് കണ്ടെത്താനുള്ള വലിയ അന്വേഷണമാണ് കളമശ്ശേരി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. പിന്നീട് ഫ്ളാറ്റിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിയത്. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ഈ സുഹൃത്തായ, അതായത് ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്തായ കാക്കനാട് സ്വദേശി ഗിരീഷ് കുമാറാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നത്. ഇയാൾ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അതായത് ഇരുവരും സുഹൃത്തുക്കളാണ്. ജെയ്സിയും ഗിരീഷ് കുമാറും സുഹൃത്തുക്കളാണ്. അങ്ങനെ ആ പരിചയത്തിലാണ് ഗിരീഷ് കുമാർ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം മോഷണം നടത്തുകയായിരുന്നു ഉദ്ദേശം. അങ്ങനെ മോഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയുള്ള കൊലപാതകമാണെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചത്. അതായത് ജെയ്സിയുടെ 2 പവന്റെ ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും നഷ്ടമായിരുന്നു. അങ്ങനെ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാളാണ് ജെയ്സിയുടെ 2 പവന്റെ ആഭരണങ്ങളും മൊബൈലും കൈക്കലാക്കിയെന്നുള്ളത് കൂടി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളെ സഹായിച്ച അല്ലെങ്കിൽ ഇയാളുമായി ഗൂഢാലോചന നടത്തിയ ഒരു സുഹൃത്തിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ ഖദീജയാണ് പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. കൊലപാതകത്തിന് ഇരുവരും ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ ഈ കൊലപാതകം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തത്, അതായത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെ ഒടുവിലാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപ്പെടുത്തേണ്ട രീതിയും രക്ഷപ്പെടേണ്ട വഴികളും മുൻകൂട്ടി തന്നെ ഈ പ്രതി തയ്യാറാക്കിയിരുന്നു. പോലീസിന്റെ കണ്ണ് വെട്ടിക്കാൻ ഹെൽമറ്റ് ആണ് ഉപയോഗിച്ചത്. അതായത് ജെയ്സിയുടെ വീട്ടിലെത്തിയതും ഫ്ളാറ്റിലെത്തിയതും കൊലപാതക ശേഷം മടങ്ങിയതും ഹെൽമറ്റ് ധരിച്ചാണ്. അപ്പം പോലീസിനെ വഴിതെറ്റിക്കാൻ പല വാഹനങ്ങൾ മാറി കയറിയായിരുന്നു പ്രതിയുടെ യാത്ര. അങ്ങനെ ഇയാൾ സ്വർണം ഇടുക്കിയിലെത്തിച്ച് അവിടെ വിൽപ്പന നടത്തുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഇയാൾ കൊച്ചിയിലേക്ക് എത്തിയിരുന്നത്. അപ്പോഴാണ് പോലീസിന്റെ വലയിലാകുന്നത്. ശരി, എന്തായാലും 2 പേരെ, ജെയ്സിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഒപ്പം തന്നെ ആഭരണങ്ങളൊക്കെ കവർന്നെടുക്കുക, പണം തട്ടിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. SS ശരണാണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാക്കിയത്.